സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിലേക്ക് സുനിഷയും രാധികയും. അഹല്യയുടെ കവിതയ്ക്ക് മാതൃഭൂമിയിലും സ്ഥാനം. അംഗീകാരത്തിൽ സ്കൂളിന്റെ അനുമോദനം. മേഖലാ വിജ്ഞാനോത്സവത്തിൽ ബബിത, അമൃത, ശരണ്യ എന്നിവർക്ക് വിജയം. തിരഞ്ഞെടുക്കപ്പെട്ട 5-ൽ 3 പേരും MRSൽ നിന്നു. ക്രിസ്തുമസിനെ സ്വീകരിക്കാൻ MRSലും ഒരുക്കം. വാർത്തകൾ വിശദമായി. ജില്ലാതല കായിക പ്രവൃത്തി പരിചയമേളകൾ പൂർത്തിയായപ്പോൾ MRSന് മികവ് നിലനിർത്താനായി. കായികമേളയിലും പ്രവൃത്തി പരിചയമേളയിലും 2 പേർ വീതം സംസ്ഥാന മേളകളിൽ മത്സരിക്കാൻ അർഹത നേടി. 1ാം സ്ഥാനം നേടിയ 2 റിലേ ടീമുകളിൽ MRSലെ കായിക താരങ്ങളും അംഗങ്ങളായി. ഉപ്പള മണ്ണൻകുഴി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ജില്ലാ സ്കൂൾ കായികമേളയിൽ MRSനെ പ്രതിനിധീകരിച്ച ശാലിനിയും ശില്പയും വിജയികളായി. സബ് ജൂനിയർ വിഭാഗം ഷോട്ട്പുട്ടിൽ 1ാം സ്ഥാനം നേടിയ 7ാം തരത്തിലെ ശാലിനിയും 600 മീറ്റർ ഓട്ടത്തിൽ 2ാം സ്ഥാനം നേടിയ 8ാം തരത്തിലെ ശില്പയും MRSന്റെ അഭിമാന താരങ്ങളായി. സബ് ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്റർ റിലേയിൽ 1ാമതെത്തിയ കാസർഗോഡ് സബ് ജില്ലാ ടീമിൽ MRSന്റെ അത്ലറ്റ് അശ്വതി PR-ഉം അംഗമായിട്ടുണ്ട്. 400 മീറ്റർ ഓട്ട മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ +1 സയൻസിലെ ഷിബിന 400 മീറ്റർ റിലേയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. +2 കൊമേഴ്സിലെ നീതു സിപിക്ക് 3000 മീറ്റർ ഓട്ട മത്സരത്തിലും 5000 മീറ്റർ ഓട്ട മത്സരത്തിലും 3ാം സ്ഥാനം ലഭിച്ചു. കായിക മാമാങ്കത്തിൽ MRS സംസ്ഥാന തലത്തിൽ സ്ഥാനമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. സബ് ജൂനിയർ വിഭാഗം ഷോട്ട്പുട്ടിൽ 1ാം സ്ഥാനം നേടിയ ശാലിനിയും 600 മീറ്റർ ഓട്ട മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ശില്പയും GHS ബന്ധടിക്കയിൽ വെച്ച് നടന്ന പരിശീലനത്തിന് ശേഷം തിരുവനന്തപുരം നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. പ്രവൃത്തി പരിചയമേളയിൽ 2 ഇനങ്ങളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികളാണ് എറണാകുളത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയത്. കുമ്പള സ്കൂളിൽ വെച്ച് നടന്ന പ്രവൃത്തി പരിചയമേളയിൽ ഡോൾ മേക്കിംഗ് +2 സയൻസിലെ സുനിഷയ്ക്കയും ലെതർ ബാഗ് നിർമ്മാണത്തിൽ +1 കൊമേഴ്സിലെ രാധിക CKയുമാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. സബ് ജില്ലാതല പ്രവൃത്തി പരിചയമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ MRSനായിരുന്നു ചാമ്പ്യൻഷിപ്പ്. MRSന്റെ പ്രശസ്തി വാനോളം ഉയർത്തി 8ാം തരത്തിലെ അഹല്യ KV. കവിതയുടെ മാസ്മരിക ലോകം തീർത്താണ് അഹല്യ എന്ന കൊച്ചു കവയത്രി MRSന്റെ പേര് വാനോളം ഉയർത്തിയത്. കഴിഞ്ഞ ലക്കം മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്ന റെഡ് ഡാറ്റ ബുക്ക് എന്ന കവിതയാണ് ഏവരുടെയും ശ്രദ്ധ നേടിയത്. കഴിഞ്ഞ 3 വർഷമായി സബ് ജില്ലാ കലോത്സവത്തിലും വിദ്യാരംഗ മത്സരത്തിലും ഈ കൊച്ചു കവയത്രിക്കാണ് 1ാം സ്ഥാനം. 8ാം തരത്തിലെ അഹല്യയുടെ കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ബാലപംക്തിയിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. മലയാളത്തിലെ പല പ്രമുഖരായ എഴുത്തുകാരും ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിക്കൊണ്ടാണ് പ്രശസ്തിയുടെ പടവുകൾ കയറി ചെന്നത്. അതുപോലെ അഹല്യയിലും ഞങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് അഹല്യ നമ്മുടെ കൂടെ ഇപ്പോഴുണ്ട്. അഹല്യയോട് ചോദിക്കാം. അഹല്യ, ഈ റെഡ് ഡാറ്റ പുസ്തകം എന്ന കവിത എഴുതാനുണ്ടായ സാഹചര്യം എന്താണ്? ഇത് സ്കൂൾ യുവജനോത്സവത്തിന് കവിതാരചന മത്സരത്തിനുണ്ടായ കാണാതായെന്നുള്ള ഒരു വിഷയം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കാണാതാവുന്നവർ ഇപ്പോൾ ജൈവവൈവിധ്യം എല്ലാം നശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എഴുതും. ഇപ്പോൾ അഹല്യക്ക് എന്ത് തോന്നി കവിത എഴുതിയത്? കവിത അച്ചടിച്ച് വരുമ്പോൾ ഞാൻ ആദ്യമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. പക്ഷേ എന്നെ എല്ലാവരും എന്നെ നല്ലോണം അഭിനന്ദിച്ചിരുന്നു. എൻ്റെ ടീച്ചേഴ്സും കൂട്ടുകാരും എല്ലാവരും നല്ലോണം അഭിനന്ദിച്ചു അങ്ങനെ ഒരു കവിത എഴുതി. അഹല്യ ഈ കവിത ഒരു റെഡ് ഡാറ്റ പുസ്തകം. അരികത്തു നിന്നൊരാ കുഞ്ഞിനെ കാണാതെ പുഴ കരഞ്ഞിടുന്നു മൗനമായി. കടലിൻ നിലകളിൽ അലയുന്ന കതിരോനെ ചെറുമീനിൻ കൊഞ്ചൽ കേൾക്കാത്ത ദുഃഖം. വയലിൻ്റെ തേങ്ങലൊന്ന് ഏറ്റുപാടാൻ കൂടെ തവളകളില്ലാത്തതെന്തു കഷ്ടം. വിണ്ടുവരണ്ടതാ മണ്ണിൻ്റെ കണ്ണിലും എന്തോ തിരയുന്നൊരാർദ്രഭാവം. കുന്നിൻ ചെരുവിലെ നീല വെളിച്ചമതെങ്ങുപോയി എങ്ങു മറഞ്ഞുപോയി. മലരിൻ്റെ ചുണ്ടിലെ മധുമെല്ലെ ഊറ്റുന്ന ശലഭക്കുരുന്നുകൾ എങ്ങുപോയി. എരിയുന്നൊരാ മാമരത്തിൻ്റെ ഉദരത്തിൽ ഉറയുന്ന ജീവനിൽ എങ്ങുപോയി. ഉടയുന്ന ഭൂമിയിലെ മറയുന്ന ജീവനെ ഇനിയെന്നു കാണും കഴിഞ്ഞ സ്വപ്നം. പരിഗണി ചോര പുരണ്ടൊരാ പുസ്തകത്താളിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കൂ.
ഓർമ്മതൻ ഏടുകളിൽ എവിടെയോ ജീർണിച്ച് മറയാതെ നിൽക്കും മുഖങ്ങൾ കാണാം. തിരയുന്ന കൊഴിയുന്ന ജീവികൾ തങ്ങളൊരു ചിത്രമായി മാറുന്നതേതു താളിൽ. ഇനിയും ആ താളിൽ ഒരിടമില്ലെങ്കിൽ അറിയുമോ ഞങ്ങളെപ്പോൾ ചിലരെ? മരണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മക്കളുടെ മനസ്സിനെ ഭീതി മുറിച്ചെടുക്കാം. MRSലെ ഈ കവയത്രിക്ക് ഇനിയും ഉയരങ്ങളിൽ കീഴടക്കാൻ കഴിയട്ടെ എന്ന് MRS വാർത്തകളുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അറിവിന്റെ ഉത്സവമാണല്ലോ വിജ്ഞാനോത്സവം. ഈ ഉത്സവത്തിൽ MRSന്റെ വിദ്യാർത്ഥിനികൾക്ക് 100 മേനി. ചെർക്കള സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന വിജ്ഞാനോത്സവത്തിൽ വിജയികളായ 9ാം തരത്തിലെ അമൃത, ഭവിത, 8ാം തരത്തിലെ ശരണ്യ എന്നിവർ മേഖലാ തലത്തിലും വിജയം കരസ്ഥമാക്കി. തിരഞ്ഞെടുക്കപ്പെട്ട 5 പേരിൽ 3 പേരും MRSലെ താരങ്ങളാണ്. ഇവരുടെ വിജയത്തിനു പിന്നിൽ സയൻസ് ടീച്ചർമാരായ സുമ ടീച്ചറുടെയും മഞ്ജു ടീച്ചറുടെയും പ്രോത്സാഹനമാണെന്ന് വിദ്യാർത്ഥിനികൾ അഭിപ്രായപ്പെട്ടു. വിപണിയിൽ സോപ്പിന് വില വർദ്ധിക്കുന്ന ഈ കാലത്തിൽ സോപ്പ് നിർമ്മാണവുമായി 5ാം തരത്തിലെ കൊച്ചു വിദ്യാർത്ഥിനികൾ സോഷ്യൽ സയൻസിലെ നാടിന് ചേർന്ന വ്യവസായം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഇവർ സോപ്പ് നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. സോഷ്യൽ അധ്യാപകൻ പത്മനാഭൻ സാറാണ് സോപ്പ് നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. എല്ലാവരും പുതിയ കൂട്ടുകാരെ തേടുമ്പോൾ 8ാം തരത്തിലെ ആതിരാവിയുടെ കൂട്ട് കണ്ണൻ എന്ന പ്രാവുമായാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 8ാം ക്ലാസ്സിന് മുന്നിലെത്തുന്ന പ്രാവിനെ ഹോസ്റ്റലിൽ നിന്നാണ് ആതിരാവിക്ക് ലഭിച്ചത്. പറക്കാൻ കഴിയാതിരുന്ന പ്രാവിന് വേണ്ട ശുശ്രൂഷകൾ നൽകി പരിചരിച്ചത് ആതിരാവിയാണ്. തനിക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൽ ഒരു വിഹിതം പ്രാവിനായി കരുതിവെക്കാനും ആതിര മറക്കാറില്ല. ക്രിസ്തുമസിനെ സ്വീകരിക്കാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കൊപ്പം MRSലെ കുട്ടികളും ഒരുങ്ങി. ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്ന കൂട്ടുകൾ ഇപ്പോൾ പുൽക്കൂടും തയ്യാറാക്കിയിരിക്കുകയാണ്. മനോഹരമായ പുൽക്കൂടാണ് സ്കൂളിന് മുന്നിലെ കാറ്റാടി മരത്തിനടുത്ത് കുട്ടികൾ തയ്യാറാക്കിയിരിക്കുന്നത്.
കൂടി. ജില്ലാ കായികമേളയിൽ വിജയികളായി ശാലിനിയും ശില്പയും സംസ്ഥാന മേളയിലേക്ക്. സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിലേക്ക് സുനിഷയും രാധികയും. അഹല്യയുടെ കവിതയ്ക്ക് മാതൃഭൂമിയിലും സ്ഥാനം. അംഗീകാരത്തിൽ സ്കൂളിന്റെ അനുമോദനം. മേഖലാ വിജ്ഞാനോത്സവത്തിൽ ബബിത, അമൃത, ശരണ്യ എന്നിവർക്ക് വിജയം. തിരഞ്ഞെടുക്കപ്പെട്ട 5-ൽ 3 പേരും MRSൽ നിന്നു. ക്രിസ്തുമസിനെ സ്വീകരിക്കാൻ MRSലും ഒരുക്കം. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.